ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. എവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമ്മളൊന്ന് പുറത്ത് പോയി ഇറങ്ങിയതാണ് കേട്ടോ. ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും മോളുടെ മദറിലായും കൂടെ പുറത്തോട്ട് പോവാണ്. ഡ്രാഗൺ മാർട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് തന്നെയാണ് പോണത്. കുറച്ചധികം സമയമുണ്ട് കേട്ടോ. 10-25 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ബ്രദർ പറഞ്ഞത് അവിടം വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്രയിലാണ് കേട്ടോ. യാത്രയിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്നവർക്കേ കുഴപ്പമുള്ളൂ. അവർക്ക് കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ബാക്കിലിരിക്കുന്നത് കൊണ്ടിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഒരിക്കലും ഇവിടെ എവിടെ യാത്രയ്ക്ക് പോയാലും ബോറടി ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ എത്തിയിട്ടാ. അവിടുത്തെ ഓരോ എന്താ പറയുക ഓരോരോ ഷോപ്പുകളാണ്. അങ്കത്തിൻ്റെ അമ്മ ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കാമായിരുന്നു. പിന്നെ ഫർണിച്ചറാണ് കേട്ടോ. നല്ല നല്ല ഫർണിച്ചറുകളുണ്ടായിരുന്നു അവിടെ. നല്ല ടേബിളും കുഷനും ഒക്കെ എല്ലാം വെറൈറ്റി സാധനങ്ങൾ. കൊച്ചുങ്ങൾക്കുള്ള എന്താ പറയുക അതേ കണ്ടോ ടോയ് കാറുകൾ, കയറിയിരുന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന ബാറ്ററി ചാർജിങ് കാറുകളാണത് കേട്ടോ. പിന്നെ കൊച്ചുങ്ങളെ കൊണ്ട് കിടക്കുന്ന സാധനം, ഇത് നമ്മളെ ഇരുന്നിട്ട് മസാജ് ചെയ്യുന്ന സാധനമാണ്. മസാജിങ് ചെയറുണ്ട്, അതാണത്. അതിന് നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ മാളുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് 1 രൂപ കോയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1 രൂപ 5 രൂപ ഒക്കെ ആണ്. പല സ്ഥലത്തും പല റേറ്റാണ്. 1 രൂപയ്ക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മളൊന്ന് പോയിട്ട് മസാജ് ചെയ്തതിന് 5 ദിറം മേടിച്ചു വരും. പിന്നെ 10 ദിറംസിന് അങ്ങണ്ട് 15 മിനിറ്റ് അങ്ങണ്ടുള്ള അങ്ങനെയുണ്ട്. അത് പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് ആണ് ആ ബോർഡ് കണ്ടത്. അത് കാരണം പിന്നെ അത് ചെയ്തില്ല. ഒത്തിരി സാധനങ്ങൾ കണ്ടു. പിന്നെ അതിലുപരി അവിടെ എന്താ പറയുക ഈ ക്ലീനിങ് റൂമൊക്കെ ടൈമർ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ സമയങ്ങളിൽ നമ്മളുടെ വീടും പിന്നെ റൂംസും എല്ലാം ക്ലീൻ ചെയ്യുന്ന നമ്മൾ തൂത്തുവാരി കഷ്ടപ്പെടേണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇത് നിറച്ച് ഈ ആൾക്കാരേ ഉള്ളൂ ഈ സൈക്കിളിൽ പോകണം. അതൊരു തരത്തിലൊരു ആശ്വാസമാണ്. എന്നാൽ പറഞ്ഞു കൊണ്ടാൽ തരും. ഇത് ഒരു സ്കൂട്ടറാണ്, 2 പേർക്ക് ഇരിക്കാം. ഇതിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ 980 ദിറം പറഞ്ഞു. ലാസ്റ്റ് പ്രൈസ് എത്രയെന്ന് വെച്ചപ്പം 900 എന്ന് പറഞ്ഞു. എനിക്കത് മേടിക്കണം എന്നുണ്ടായിരുന്നു ചക്കരയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ചക്കരയോട് ചോദിച്ചപ്പോൾ ചക്കര പറഞ്ഞു ചക്കരയ്ക്ക് വേണ്ടാന്ന്. ഇത് ലേഡീസിൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അതിനൊക്കെ ഭയങ്കര അവിടെ ഒന്നും 10 ദിറമിനുള്ള ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം 15 ദിറം തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. മുമ്പൊക്കെ ഡ്രാഗൺ മാർട്ടിൽ വരുമ്പം നല്ല വിലക്കുറവിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അതൊന്നും സാധിക്കുന്നില്ല. എല്ലാത്തിനും നല്ല വിലയാണ്. ഈ മാലയും അതൊക്കെ 25 ദിറംസൊക്കെയാണ് അവർ ചോദിച്ചത്. എന്നാൽ ഞാൻ വില ചോദിച്ചപ്പോഴത്തേക്ക് 25-50 അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ കണ്ട് വീഡിയോ പിടിച്ചതേ ഉള്ളൂ. അതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അത് കണ്ടിട്ട് നമ്മൾ കണ്ട നല്ല മാല, അതിന് ഏകദേശം 75 ദിറംസ് അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വിലയൊക്കെ ഞാൻ ചോദിച്ചു, വെറുതെയെങ്കിലും ചോദിച്ചു. എല്ലാം കൊള്ളാമായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പുകളിൽ, അവിടെ നിറച്ച് ഷോപ്പുകളാണല്ലോ. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഒന്നും മേടിച്ചില്ലെങ്കിലും കൺകുളിർക്ക് ഇതൊക്കെ കണ്ടുപോയല്ലോ. ക്ലോസറ്റ് ഇരിക്കുന്ന കേട്ടോ ഗോൾഡ് കളറിൽ. ഇത് ഫ്ലവേഴ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് അവിടെ എല്ലാം നിറച്ചിട്ടുണ്ടായിരുന്നു. ഈ പാവക്കുട്ടികൾ കണ്ടോ, നല്ല സൂപ്പർ പാവക്കുട്ടികളോ. എല്ലാം 100 ദിറംസിന് പുറത്താണ് ചാർജ്. എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചു. നല്ല പാവക്കുട്ടികൾ കിട്ടിയ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ടാണ് നോക്കിയത്. പക്ഷേ എല്ലാം ഭയങ്കര വില. പിന്നെ അതിനെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല ഒറിജിനാലിറ്റിയൊക്കെ കൂടുന്നതനുസരിച്ച് വിലയും അതുപോലെ കൂടും. പിന്നെ വീട്ടിലിനി പാവ വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല. നിറച്ച് പാവകളേ ഉള്ളൂ ചക്കരയുടെ. കണ്ടോ, ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്തെടുക്കണമെങ്കിൽ നല്ല പൈസ വേണ്ടേ അവർക്ക്. അതിൻ്റെ ഡ്രസ്സും മുടിയും ഒക്കെ. പെൺകൊച്ചുങ്ങളെയും കൊണ്ടൊന്നും ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല. കൊച്ചുങ്ങളത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അവരുടെ കുറ്റം അല്ലത്. നമുക്ക് വലിയവർക്ക് തന്നെ അത് കണ്ടിട്ട് ഭയങ്കര അട്രാക്ഷൻ. പിന്നെ കുട്ടികൾക്കുള്ള നല്ല നല്ല കോട്ടൻ്റെ ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അവിടെ താഴെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുമൊക്കെ നല്ല വിലയാണ്. സാധാരണ ഉള്ളതെന്നും ഷോപ്പുകളിലുള്ളതെന്നൊക്കെ വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്കവിടെ പൊടിക്കൊച്ചുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും മേടിച്ചില്ല. ഇതേണ്ടോ പേഴ്സുകൾ വിവിധ തരം എല്ലാം. ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ മേടിക്കാതെ പോവുക? എനിക്കൊരു മൊബൈലിൻ്റെ ഒരു കവർ മേടിച്ചു. പിന്നെ ഒരു എന്താ പറയുക ഫാൻ മേടിച്ചു. നമ്മളിങ്ങനെ ഈ ചൂടത്തൊക്കെ ഇപ്പോൾ എല്ലാവരും കൊണ്ട് നടക്കണ്ടല്ലോ കയ്യിൽ വയ്ക്കുന്ന ഫാൻ, അതാണ് മേടിച്ചത്. വിവിധ തരം പൂവുകൾ ഒക്കെ ഉണ്ട്. നല്ലൊരു ഷോപ്പാണ്. കുറച്ച് ക്യാഷുമായിട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ പർച്ചേസ് കഴിഞ്ഞ് പോരാട്ടോ. ഇതേണ്ടോ ഇവിടെ നല്ല നല്ല ബാഗുകൾ കിടപ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫാൻ മേടിച്ചത്. ഞാനും മേടിച്ചു, ഒരെണ്ണം അങ്കിത്തിൻ്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു. 2 എണ്ണം. അതും 15 dirhams, 30 dirhams ആയി 2 എണ്ണം മേടിച്ചത്. നല്ല നല്ല ക്ലിപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം 5 dirham സ്റ്റാർട്ടിങ്. അതെല്ലാം 5 dirham ക്ലിപ്പല്ല. അതേണ്ടോ ഫാൻ. അത് ഞാൻ അങ്കിത്തിൻ്റെ അമ്മയിലോട്ട് കൊടുത്ത കേട്ടോ. അങ്കിത്തിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അത് ഊരി തറയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ച് നോക്കുന്ന വഴിക്ക് ഇത് ഇങ്ങനെ ഊരി തറയിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഒരു മാംഗോ ഷേക്ക് കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറി. അവിടെ തന്നെയുള്ള കൊച്ചൊരു ഷോപ്പ്. ഒരു മാംഗോ ഷേക്ക് കുടിച്ചു. ഞാനും അങ്കിത്തിൻ്റെ അമ്മയും മാംഗോ ഷേക്ക്, ബ്രദറ് ഓറഞ്ച് ജ്യൂസ്. നല്ല ഫ്രഷ് മാംഗോ ജ്യൂസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചിനെ പ്രാമിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടത്. കൊച്ചിനെ പ്രാമല്ല, ഒരു ഉരുട്ടിക്കളിക്കുന്ന വാഹനം. അതിനകത്ത് അതിൻ്റെ തള്ളയാണ് എൻ്റെ അമ്മയാണ് അതിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. അതേ കണ്ടോ. വിവിധ തരം ടോയ്കളുണ്ട്. കുട്ടികളെ കൊണ്ട് കയറി കഴിഞ്ഞാൽ പണി കിട്ടും. അവരിതിൽ ഏതെങ്കിലുമൊക്കെ മേടിക്കാണ്ട് പുറത്ത് ചാടത്തില്ല. അങ്ങനെയാണ് കേട്ടോ. നല്ല എന്താ പറയുക, കപ്പും സോസറുമൊക്കെ എന്താ ഭംഗി. അതൊക്കെ കണ്ടാൽ ഇതൊക്കെ കാണാനേ കൊള്ളൂ. നമ്മളെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാൽ തീർന്നില്ലേ. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റും മിക്കവാറും അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ. പിന്നെ ചക്കരയ്ക്കൊരു ബാഗ് മേടിച്ചു. യൂണിക്കോണിൻ്റെ ബാഗാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ യൂണിക്കോൺ കിട്ടിയില്ല. പകരം വേറൊരു പാവക്കുട്ടിയുടെ നല്ലൊരു ബാഗ് കിട്ടി. അതൊക്കെ മേടിച്ചു. അതിന് 30 dirhams. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങാറായപ്പം ഞാനൊരു ലിപ്റ്റൻ്റെ ഒരു ഐസ് ടീ മേടിച്ചു കുടിച്ചു. അവരൊക്കെ കോഫി കുടിച്ചു. ഡ്രാഗൺ മാർട്ടിൻ്റെ പുറത്തിറങ്ങി നമ്മൾ. കാർ പാർക്കിങ്ങിലൂടെ കയറിയത് കൊണ്ടിട്ടാണ് ഫ്രണ്ട് വ്യൂ ആദ്യം വരാഞ്ഞത് കേട്ടോ. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കാർ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വന്നിട്ടാണ് പിന്നെ ഫ്രണ്ടൊക്കെ പിടിച്ചത് നമ്മൾ. വേണ്ടോ 2 ഡ്രാഗൺ മാർട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ മാർട്ട് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇപ്പോൾ പുതിയതും ഡ്രാഗൺ മാർട്ട് 1, ഡ്രാഗൺ മാർട്ട് 2 അങ്ങനെ 2 എണ്ണം ഉണ്ട്. നമ്മൾ സെക്കൻഡിൽ പോയില്ല, ഫസ്റ്റിലാണ് പോയത്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇവിടെയാണ് തിരക്ക്, കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ടിട്ട് നമ്മളിവിടെയാണ് പോയത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പോൾ
ബായ്.